വിശദമായി കിടക്കുകയാണ്. കോൺഗ്രസ് എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന ന്യൂസ് 18 വാർത്ത തള്ളാതെ UDF കൺവീനർ അടൂർ പ്രകാശ്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ കണ്ണും നട്ട് കോൺഗ്രസ് എംപിമാർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതായിരുന്നു ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത. കേരളത്തിൽ ഭരണമാറ്റമാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എംപിമാരിൽ ചിലർ കരുക്കൾ നിൽക്കുന്നത്. ജയിച്ചാൽ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്ന നേതാക്കളാണ് പ്രധാനമായും ഇത്തരം നീക്കം നടത്തുന്നത്. നിലവിൽ ഈ നീക്കം ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അടിത്തട്ടിൽ ചർച്ചകൾ സജീവമാണ്. സാമുദായിക സമവാക്യം പാലിക്കാൻ ചില എംപിമാർക്ക് ഇത്തവണ ഇളവ് നൽകിയേക്കുമെന്ന സൂചനയുണ്ട്. സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി ചർച്ചകൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പഠിച്ചു വരികയാണെന്നാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. കോൺഗ്രസ് പ്രസ്ഥാനം തീരുമാനം എടുക്കേണ്ടതാണ്. പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാലും ആ തീരുമാനം നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അതിനെ തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. അത് ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുക. അതിപ്പോ ആരൊക്കെ മത്സരിക്കണം, എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് കോൺഗ്രസ് തീരുമാനം, ഹൈക്കമാൻഡും മറ്റും എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അതിന് ഒരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുന്നത്. അതിപ്പോ പല ആളുകൾക്കും കേരളത്തിലേക്ക് വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമമായ ഒരു തീരുമാനം എടുക്കാനുള്ളത്. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയും UDFും എല്ലാവരും ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അത് നടപ്പാക്കും. അത്രയേ ഉള്ളൂ. കോൺഗ്രസിന്റെ ഈ ആലോചനകളുടെ പ്രസക്തി എത്രമാത്രമാണ്? ഇത് യാഥാർത്ഥ്യമാവാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? വിശദമായി നോക്കാം. കിരൺ ബാബു ഉണ്ട്. കിരൺ, നമ്മൾ കേട്ടത് UDF കൺവീനറുടെ വാക്കുകളാണ്, അടൂർ പ്രകാശിന്റെ വാക്കുകളാണ്. അദ്ദേഹം ഈ സാധ്യതയിൽ മുൻനിരയിലുള്ള വ്യക്തിയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ വാർത്ത ഏറെക്കുറെ പൂർണ്ണമായും സ്ഥിരീകരിക്കുകയാണ്. സാധ്യത അദ്ദേഹം തള്ളുന്നില്ല, ആലോചനകൾ നടക്കുന്നു എന്ന് തന്നെ അടൂർ പ്രകാശ് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആലോചനകൾ പ്രായോഗികമാവാനുള്ള സാധ്യത എത്രമാത്രമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്? ഒന്നൊരു വലിയ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ അതിൽ ചില പ്രധാനപ്പെട്ട മുഖങ്ങൾ ഉണ്ടാവണമെന്ന ചോദ്യം. രണ്ട്, സാമുദായിക സമവാക്യങ്ങൾ പാലിക്കേണ്ടി വരുന്ന ആവശ്യകത. ഇതൊക്കെയാണോ ഇത്തരമൊരു ചിന്തയിലേക്ക് പ്രേരിപ്പിക്കുന്നത്? പക്ഷേ അതുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല താനും. എങ്ങനെയാണ് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമുള്ള കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ നീക്കങ്ങൾ, പ്രതികരണം? കിരൺ. സജിത്ത്, കേരളത്തിലെ കോൺഗ്രസ് എംപിമാരിൽ സാധാരണ ഇതിൽ ഒരാൾ തമാശയായി പറഞ്ഞാണെങ്കിൽ പോലും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ഒഴികെ ബാക്കി എല്ലാ എംപിമാർക്കും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ആ തരത്തിലേക്കുള്ള നീക്കമൊന്നും നടക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. പക്ഷേ ചില എംപിമാർക്കെങ്കിലും ഇളവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രധാനപ്പെട്ട ചില കാരണം ജാതി മത സമവാക്യങ്ങൾ പാലിക്കണം എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇത്തരം ജാതി മത സമവാക്യങ്ങൾ ഏറ്റവും നിർണായകമാണ്. അങ്ങനെ വരുമ്പോൾ പ്രധാനമായും വരുന്ന രണ്ട് പേരുകൾ, ഒന്ന് അടൂർ പ്രകാശിൻ്റെതും ഒന്ന് കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും പേരുകളാണ്. ഈ രണ്ടുപേരും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യമുള്ള നേതാക്കളാണ്. മറ്റ് നേതാക്കൾക്കുമൊക്കെ സമാനമായ രീതിയിലുള്ള താല്പര്യം ആന്റോ ആന്റണിക്കായാലും രാജ്മോഹൻ ഉണ്ണിത്താനായാലും ബെന്നി ബെഹനാനായാലും ഇവർക്കെല്ലാം തന്നെ ഇത്തരം സമാനമായ താല്പര്യങ്ങളുണ്ട്. എന്നാൽ ഈ എല്ലാ എംപിമാരെയും ഒരുമിച്ച് കേരളത്തിലേക്ക് അല്ലെങ്കിൽ 5-6 പേരോ അല്ലെങ്കിൽ 4-5 പേർക്കടക്കം അങ്ങനെ ഒരു ഇളവ് നൽകി അവരെ സംസ്ഥാന നിയമസഭയിൽ മത്സരിപ്പിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത തീരെയില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോകില്ല. പക്ഷേ ചിലർക്ക് ചില ഇളവുകൾ നൽകണം. അങ്ങനെ ചിലവ് നൽകുന്നത് സംസ്ഥാനത്ത് UDFിന്റെ വിജയത്തിന് അനിവാര്യമാണ് അല്ലെങ്കിൽ ഗുണകരമാണ് എന്നൊരു ചിന്തയുണ്ട്. ഈ ഒരു ചിന്തയെ പിടിച്ചുകൊണ്ടാണ് ഈ നേതാക്കളെല്ലാം തന്നെ സ്വന്തമായി കേരളത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി, നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി കരുക്കൾ നീക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അടുത്ത നിയമസഭ വന്നു കഴിഞ്ഞാൽ UDF അധികാരത്തിലേറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ UDFിൽ മന്ത്രിമാരാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നു. അല്ലെങ്കിൽ അങ്ങനെ മുതിർന്ന നേതാക്കൾ സ്വാഭാവികമായും മത്സരിച്ചാൽ അടൂർ പ്രകാശിനെ പോലെയോ അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയോ ബെന്നി ബെഹനാനെ പോലെ ഒരു മുതിർന്ന നേതാവ് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ അവർ മന്ത്രിയാവുന്നത് ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെയുള്ള നേതാക്കൾ ആ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കേന്ദ്രത്തിൽ പ്രതിപക്ഷ MP എന്ന നിലയ്ക്ക് ഇരിക്കുന്ന ഒരു പ്രാധാന്യവും കേരളത്തിൽ ഭരണപക്ഷത്ത് മന്ത്രിയായിരിക്കുന്നതിന് തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ സ്വാഭാവികമായും മന്ത്രിസ്ഥാനത്തിരിക്കുന്നതിനാണ് കൂടുതൽ ഗ്ലാമറായാലും കൂടുതൽ അധികാരമായാലും എല്ലാം ഉള്ളത്. കേന്ദ്രത്തിലാണെങ്കിൽ ഇനിയും ഒരു 4 വർഷം കൂടി മിനിമം എന്തായാലും കാത്തിരിക്കേണ്ടി വരും. അവിടെ അത്രയും കാലം പ്രതിപക്ഷ MP എന്ന നിലയ്ക്കാണ്. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ UDF ഭരണം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രാധാന്യം പോലും ഈ എംപിമാർക്ക് കിട്ടില്ല
സാധിക്കില്ല എന്നതുകൂടി അവർക്കറിയാം. അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഹൈക്കമാൻഡിന്റെ നിലപാട് തന്നെയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് എംപിമാരുടെ എണ്ണത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറായാലും, അതും ഒരാളിനോ രണ്ടു പേർക്കോ എങ്ങാനും പരമാവധി നൽകിയാൽ പോലും അത് തന്നെ വലിയ സമ്മർദ്ദത്തിനൊടുവിൽ ചിലപ്പോൾ നൽകിയെങ്കിൽ കേരളത്തിന്റെ വിജയത്തിന് അത് അനിവാര്യമാണെന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അത്തരത്തിലേക്കുള്ള ഇളവ് നൽകാൻ സാധ്യതയുള്ളൂ. അല്ലാതെ കൂട്ടത്തോടെ ഒരു ഇളവ് നൽകാനുള്ള ഒരു തരത്തിലും സാധ്യതയില്ല. കോൺഗ്രസിന് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം എംപിമാരുടെ എണ്ണം ഏറ്റവും നിർണായകമാണ്. നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ഈ ഒരു വർഷവും അതിനു മുമ്പുണ്ടായിരുന്ന 5 വർഷത്തെയും പ്രതിപക്ഷത്തിന്റെ പ്രകടനം, ഇതിനു മുമ്പുണ്ടായിരുന്ന വർഷങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തുമ്പോഴും അതെല്ലാം ശബ്ദം വളരെ ദുർബലമായിരുന്നു. ഭരണപക്ഷത്തെ ഏതെങ്കിലും തരത്തിൽ ഒരു സമ്മർദ്ദത്തിലാക്കാൻ പോലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല. അത്രത്തോളം ദുർബലമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ശബ്ദം. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം പ്രതിരോധത്തിലാക്കാനും അവർക്ക് നേരെ പ്രതിപക്ഷത്തിന്റെ സ്വരം രാജ്യത്താകമാനം എത്തിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലേക്ക് ഒരു അംഗസംഖ്യ ലോക്സഭയിലുണ്ട്. അതിലേതെങ്കിലും തരത്തിൽ കുറവ് വരുത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് മുഖ്യ തടസ്സമായി നിൽക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, കൂട്ടത്തോടെ എംപിമാർ കേരളത്തിലേക്ക് അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് ജനങ്ങളോട് എന്ത് വിശദീകരിക്കും എന്നുള്ള ചോദ്യമുണ്ട്. ജനങ്ങളുടെ കൃത്യമായ വിശദീകരണം, നിങ്ങളെ ജയിപ്പിച്ചു വിട്ടത് 5 വർഷം MP ആയിരിക്കാനല്ലേ, പിന്നെ എന്തിനാണ് എല്ലാവരും അധികാരത്തിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നത്? അത് ചിലപ്പോൾ കോൺഗ്രസിന് തന്നെ UDF തന്നെ അതൊരു മോശം പ്രവണതയാവാനും തിരിച്ചടിയാവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവരിൽ പല എംപിമാരും അവിടെ നിന്ന് മാറി MLA സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചാൽ ഈ സീറ്റ് MP സീറ്റിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആരെ നിർത്തി ജയിപ്പിക്കും എന്നുള്ളത്. ഇപ്പോൾ അടൂർ പ്രകാശിന്റെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ വിഷയം എടുത്താൽ, ഈ 2 സ്ഥാനാർത്ഥികളെ മാറ്റിക്കഴിഞ്ഞാൽ വിജയം ഉറപ്പുള്ള മറ്റു സ്ഥാനാർത്ഥിയെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അവതരിപ്പിക്കുന്നതിന് പ്രയാസമുണ്ട്. അത് ഒരു ഭാഗ്യപരീക്ഷണമാവും. പ്രത്യേകിച്ച് ഈ അടൂർ പ്രകാശിന്റെ മണ്ഡലമൊക്കെ, ആറ്റിങ്ങൽ മണ്ഡലമൊക്കെ CPM-ന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഇത്തവണ അടക്കം ചെറിയ മാർജിനാണ് വിജയിക്കാനടക്കം കഴിഞ്ഞത്. അത്തരമൊരു മണ്ഡലത്തിൽ അങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണം വേണോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും വരും. അതാണ് പ്രധാനപ്പെട്ട ഒരു തടസ്സമായി നിൽക്കുന്നത്. അതിനേക്കാളും മറ്റൊരു പ്രധാന തടസ്സമായി നിൽക്കുന്നത്, കോൺഗ്രസിലെ മറ്റെല്ലാ വിഭാഗ നേതാക്കളും ഒരുമിച്ച് നിന്ന്, യുവ നേതാക്കളായാലും ഈ സ്ഥാനാർത്ഥം പ്രതീക്ഷിക്കുന്ന മറ്റു നേതാക്കളായാലും അവരെല്ലാം ഒരുമിച്ച് നിന്ന് ഇത്തരം ഒരു നീക്കത്തെ എതിർക്കാൻ സാധ്യതയുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്ഥിരമോഹങ്ങൾ മാത്രം മത്സരിച്ചാൽ മതിയോ എന്നുള്ള എതിർപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഘടകങ്ങളെല്ലാം തന്നെ അനുകൂല സാധ്യതകളേക്കാൾ ഏറെ ഉള്ളത് പ്രതികൂലമായ ഇത്തരം സാഹചര്യങ്ങളാണ്. കിരൺ, ഇത് പറയുമ്പോൾ നമുക്കറിയാം, കോൺഗ്രസിൽ എപ്പോഴും ഓരോ മണ്ഡലങ്ങളുടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനമല്ല, മറിച്ച് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യവും അതിനുമപ്പുറം സ്ഥാനാർത്ഥിയുടെ മികവുമാണല്ലോ കോൺഗ്രസിനെ പലപ്പോഴും സാധ്യതകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചിലരെ ഒഴിവാക്കാൻ പറ്റില്ല എന്നൊരു വെല്ലുവിളിയുണ്ട്. കൂട്ടത്തോടെ ഒരു ഇളവൊന്നും സാധ്യമല്ലെങ്കിൽ കൂടിയും ചില മണ്ഡലങ്ങളിലെങ്കിലും ചിലരെ മാത്രമേ മാത്രമേ ആ നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയൂ എന്ന ചിന്തയുണ്ടല്ലോ. ഉദാഹരണമായി അടൂർ പ്രകാശ് കോന്നിയിലേക്ക് എത്തിയാൽ ഒരുപക്ഷേ നിലവിൽ അവിടെ 2 തവണയായി വിജയിച്ചു വരുന്ന ഇടതുമുന്നണിയെ മറികടന്ന് UDF-ന് ഒരു വിജയസാധ്യത ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാൾ അടൂർ പ്രകാശ് വന്നാൽ മാത്രമാണ്. അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? അതുകൂടി ഒരു ഘടകമാവില്ലേ ഈ ചിന്തകൾക്ക്? സജിത്തെ, അത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അത്തരം ഒരു ഘടകത്തെക്കാൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെതാണ് അന്തിമമായ തീരുമാനം വരേണ്ടത്. ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ പാർട്ടിയിൽ നടക്കുന്നുണ്ട് എന്നത് അംഗീകരിക്കുമ്പോൾ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് കേരളത്തിൽ ഭരണം കിട്ടണം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ അങ്ങനെ ഒരു മണ്ഡലത്തിൽ പിടിച്ചെടുത്തുകൊണ്ട് മാത്രം കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് എന്തെങ്കിലും എത്താം, അങ്ങനെ ഒരു ചിന്തയ്ക്കപ്പുറത്തേക്ക് അവർക്ക് MP സ്ഥാനത്ത് കുറവുണ്ടാകുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പരമാവധി പോയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1-2 മണ്ഡലങ്ങൾ, 1-2 പേർക്കായിരിക്കും പരമാവധി പോയാൽ അത് തന്നെ ഒരു സാധ്യത മാത്രമാണ് ഇളവ് നൽകാൻ സാധ്യതയുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു ഇളവ് എന്തായാലും ഒരു കാരണവശാലും ഉണ്ടാവില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റ് നേരത്തെ പറഞ്ഞ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് കോന്നി പോലൊരു മണ്ഡലം തിരിച്ചു പിടിക്കാൻ, കോന്നി മാത്രമല്ല അടൂർ പ്രകാശിനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യം വരുന്നത് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഒരു ജാതി സമവാക്യത്തിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഹിന്ദു സമുദായത്തിൽ നിന്ന് നായർ വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കളാണ്. ഈഴവ സമുദായത്തിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു 2 നേതാക്കളുള്ളത് ഒന്ന് അടൂർ പ്രകാശും ഒന്ന് K സുധാകരനുമാണ്. ഇവർ 2 പേരിൽ ഏതെങ്കിലും ഒരാൾ വരികയാണെങ്കിൽ സ്വാഭാവികമായും ആ വിഭാഗത്തിലെ പ്രധാന നേതാക്കൾക്ക് കൂടി പ്രാതിനിധ്യമുണ്ട് എന്നുള്ളൊരു സാമുദായിക സന്തുലിതാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഒരു നേതാവാണ് മത്സരിക്കുന്നതെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ്, എന്തായാലും കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഒരു നേതാവ് വരുമ്പോൾ മന്ത്രി സ്ഥാനത്തൊക്കെ വേണമെങ്കിൽ, കോൺഗ്രസിൽ തർക്കങ്ങളോ മറ്റു വിഷയങ്ങളോ ഉണ്ടായാൽ വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം പരിഗണിക്കാൻ കഴിയുന്ന കേരളത്തിൽ നിന്നുള്ള ലോക്സഭയിലേക്ക് തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവ് കൂടിയാണ്. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഇവരൊക്കെ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന കേരളത്തിൽ ആകമാനം ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ്
പോസിറ്റീവ് സ്പിരിറ്റ്, ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന മേഖലയിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് സ്പിരിറ്റ്, അതിനാണ് ഒന്നാമത്തെ പ്രാധാന്യം. അത് കഴിയുമ്പോൾ ഉള്ള പ്രാധാന്യമാണ് അപ്പോൾ ഈ ഒരു മണ്ഡലം, ഈ മണ്ഡലത്തിൽ ഇന്ന മണ്ഡലത്തിൽ ഇന്നയാൾ മത്സരിച്ചാൽ മാത്രമേ ജയിക്കൂ, അല്ലെങ്കിൽ അയാൾ മത്സരിച്ചാൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത്. പക്ഷേ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഒരു വെല്ലുവിളി, ഒരു കോന്നി മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി അടൂർ പ്രകാശിനെ വിനിയോഗിച്ചാൽ നാളെ ആറ്റിങ്ങൽ മണ്ഡലം ആരെ ഉപയോഗിച്ച് നിലനിർത്തുമെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് തട്ടിലും, രണ്ട് അനുകൂലമായി നിൽക്കുന്നത് പോലെ തന്നെ പ്രതികൂല ഘടകങ്ങളും ശക്തമായി തന്നെ നിൽക്കുകയാണ്. ഈ പ്രതികൂല ഘടകങ്ങളെ മറികടക്കാൻ കഴിയണമെങ്കിൽ കേരളത്തിൽ UDF-ന്റെ ആകെ വിജയത്തിന് സഹായകമാണ് ഇന്ന MP യുടെ സ്ഥാനാർത്ഥിത്വം.